ഏട്ടനൊരു കാര്യമുണ്ട്. ഏട്ടനിപ്പം നട്ടുച്ചക്ക് പറയുന്നു ബിന്ദു ഇന്ന് രാത്രിയാന്നേ ഇപ്പം ഇപ്പൊ രാത്രിയാന്ന് കേട്ടോ എന്ന് പറഞ്ഞാല് അതെ ഏട്ടാ രാത്രി തന്നെ ഏട്ടാ സമ്മതിച്ചോളാം. അത് ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? തെറ്റാണെങ്കിലും നമ്മ ഏട്ടൻ പറയുന്നത് സമ്മതിച്ചു കൊടുത്തോളൂ എന്നാ സന്തോഷായി. അതല്ലാന്ന് പറഞ്ഞാല് ആദ്യം വാക്കായി പിന്നെ തല്ലായി. അപ്പൊ പുള്ളി പറയുന്നത് കൂടിയ പാർട്ടിയാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, വിട്ടേരെ. നമ്മൾ അപ്പടി അനുസരിച്ചാ പ്രശ്നം. ഒരു പ്രശ്നമില്ല. വേറെ നമ്മുടെ ഇഷ്ടങ്ങൾ ഉപദ്രവിക്കും. എന്തിനാ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കരെ പോയിട്ട് കുറച്ച് അടിയും തട. ചെലപ്പം വായുല നിർത്തല്. എന്റെ പിള്ളേരെ തൊടുവാടാ നിർത്തുവോ? വായുവിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിലത്ത് തൊട്ടലില്ല. കാല് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അത്രയും ഭാഗ്യമായിരിക്കും കണ്ടാവലുണ്ട. പിന്നെ ഒരിക്കലും ഒരു കാര്യം, ഒരു ദിവസം തിരിച്ചു പറഞ്ഞ കൊടുത്താലോ? കൊടുത്തു. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ഞാൻ മനസ്സിൽ കരുതിയിരുന്നു കൊറേ തല്ലുകൊണ്ട് ദിവസമായിട്ട് കൊറേ നാളായിട്ട് ഞാൻ മനസ്സിൽ എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. അപ്പൊ ഞാൻ കൈക്ക് നഖമൊന്നും ഉണ്ടായില്ല. നഖം വളർത്തി ആടിപ്പാട്ടിന്റെ നെഞ്ചത്തിപ്പുണ്ട് മാന്യപാട്. ഏട്ടന്റെ ആശാനെ, അടുത്ത ബാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണ. ഇടക്കല്ല ഞാൻ കാണും ഏട്ടന്റെ ഫോണിൽ. ഞാനും ഏട്ടനും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏട്ടന്റെ ഫോണിൽ മിസ് കോൾ വരും. എന്റെ മുമ്പ് ഫോൺ എടുക്കൂല. അത് മിസ് കോൾ വരുമ്പം അത് കട്ട് ചെയ്യൂല. കട്ട് ചെയ്യുമ്പോ അവര് വിചാരിക്കൂല എന്താ കട്ട് ചെയ്യുന്നത്. അപ്പൊ സൈലന്റ് ആക്കും പെട്ടെന്ന്. ഞാൻ ഇന്നത്തെ കാര്യം പോക്കാ. എന്റെ ഈശ്വര, നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? വല്ലാതെ സംശയം. ഏട്ടൻ ഈ തല്ലും ചീത്ത പറയുന്ന എന്നെ ഇഷ്ടമില്ലായിട്ടാണ് വേറെ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു, ഈ ഫോൺ നമ്പർ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. ഏട്ടൻ മസ്കറ്റിൽ നിന്ന് എനിക്കൊരു 6000 റുപ്യ നല്ലൊരു ഫോൺ കൊണ്ടു തന്നെ. ആ ഫോൺ എൻ്റെ കൈമീണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏട്ടൻ കുളിക്കാൻ വേണ്ടി രാവിലെ എണീച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ ഞാൻ ആദ്യം കുളിച്ചിട്ട് റെഡി ആവാം, 5 മണിയല്ലേ, എന്നിട്ട് ഏട്ടൻ കുളിച്ചോ. അപ്പൊ ഞാൻ ആദ്യം കുളിച്ച് എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഇറങ്ങി അതിന്റെ വേഗം റെഡിയായി. ഏട്ടൻ കുളിച്ചോ. എൻ്റെ ഏട്ടൻ ബാത്റൂമിലേക്ക് പോയി. ആ സമയത്ത് തലേ ദിവസം ഞാനൊരു കടലാസും പെന്നും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വിളിക്കാഞ്ഞിട്ടൊരു സമാധാനമില്ല. ആരാന്നറിയണ്ടേ, പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ? ആ പെണ്ണുങ്ങളാണെങ്കിൽ 2 ചീത്ത പറയാന്നെല്ലാം വിചാരിച്ചെന്നെ നിൽക്കേ. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. 7ാമത്തെ നമ്പറെ വിളിച്ചേരം ഒരു പെണ്ണുങ്ങൾ ഫോൺ എടുത്തു. എന്നോട് ഈ വിളി ഒരു വഴിത്തിരിവാകുമോ? വെള്ളി വരെ രാത്രി 7 മണിക്ക്. ഇതാരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാരാന്ന് അങ്ങോട്ട് ചോദിച്ചു. അന്നേരം ഓള് പറഞ്ഞു എൻ്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇതാരീന്നാ. എന്നപാടെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ വേഗം കട്ട് ചെയ്തു. ഞാൻ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, കട്ട് ചെയ്തു. ഈ എല്ലാ നമ്പറിനും കോള് വരെ നീലേക്ക് എൻ്റെ ഫോണിലേക്ക്. അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അത് ഇടയ്ക്കിൽ മെസ്സേജ് ഹു ആർ യു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ്. എടുക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ ചോറിന് വരുന്നു. പിന്നെ അതിനുള്ള സമയമില്ല. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഈ ഫോൺ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. തൈരെടുത്ത് പുറത്ത് വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ അറിയില്ല. ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ ഓർമ്മയില്ല എനിക്ക്. തെറ്റിപ്പോയി. ഈ ഹലോ മിസ്റ്റർ, this bloody thing is not working properly. What to do? വേവലാതിക്ക് ഫോൺ ഫ്രിഡ്ജിലാ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. ഫ്രിഡ്ജ് അങ്ങ് അടച്ചു. അതും ഫ്രീസറിലാ വെച്ചത്. എന്നിട്ട് വയ്ക്കുമ്പോ നമ്മൾ അങ്ങനെ നോക്കിയല്ലേ വെക്കേണ്ടത്.